DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 27 വെള്ളിയാഴ്ച. ഇന്നും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. 2004 മുതൽ 2014 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു മൻമോഹൻ സിംഗ്. അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹത് വ്യക്തിത്വമാണ് ഓർമ്മയാകുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചുവാർത്ത ധനമന്ത്രിയായും ലൈസൻസ് രാജ് ഇല്ലാതാക്കിയ ധനമന്ത്രിയെന്നും പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയതിലൂടെ ശ്രദ്ധേയനായി. അടുത്ത അറിയിപ്പ്, മുൻഗണനേതര വിഭാഗമായ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനായി ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഡിസംബർ 31 വരെയാണ്. ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഡിസംബർ 31 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. ഡിസംബർ 14 തീയതി വരെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിന്റെ അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും തീയതി നീട്ടുകയായിരുന്നു. ഒരേക്കറിൽ കൂടുതൽ ഭൂമി, 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീട്, 4 ചക്ര വാഹനം, കുടുംബത്തിൽ ആർക്കെങ്കിലും 25,000 രൂപയിൽ കൂടുതൽ വരുമാനം, ആദായനികുതി അടക്കുന്നവർ തുടങ്ങിയവർക്കൊന്നും മുൻഗണനാ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ അർഹതയില്ല എന്ന കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക. അടുത്ത അറിയിപ്പ്, ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്ത ക്ഷേമ പെൻഷന്റെ 2ാം ഘട്ട വിതരണം ആരംഭിക്കുകയാണ്. ഡിസംബർ 23 വിതരണം ആരംഭിച്ച ക്ഷേമ പെൻഷൻ നിരവധി ആളുകൾക്ക് ഇനിയും ലഭിക്കുവാനുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും 1600 രൂപ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് ഇന്നു മുതൽ തുക ലഭിക്കുമെന്ന അറിയിപ്പും എത്തുന്നുണ്ട്. ഇനി പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് 1300, 1200, 1100 എന്നിങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിൽ എത്തിച്ചേർന്നത്. അത്തരക്കാർക്കും കേന്ദ്രവിഹിത വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത്. ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ കേന്ദ്രവിഹിതം എത്തുക. അടുത്ത അറിയിപ്പ്, അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ സർവേ റവന്യൂ വകുപ്പിലെ 38 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് വന്നു. റവന്യൂ വകുപ്പിലെ 34 ഉദ്യോഗസ്ഥരും സർവേ ഭൂരേഖ വകുപ്പിലെ 4 ഉദ്യോഗസ്ഥരെയുമാണ് അച്ചടക്ക നടപടിക്ക് വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അശരണർക്കും നിലാരംബരുമായവർക്കായാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വരുന്നത്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത് അനർഹമായി കൈപ്പറ്റുന്നുവെന്ന വാർത്ത പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് നടപടിയെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർ 18% പിഴപ്പലിശയടക്കം ഈ തുക പൂർണ്ണമായും തിരിച്ചടക്കണമെന്നാണ് അറിയിക്കുന്നത്. അതിനായുള്ള ശക്തമായ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അറിയിപ്പ്, ടെലികോം കമ്പനികൾ ഇന്റർനെറ്റ് ഡാറ്റ വാങ്ങാൻ നിർബന്ധിക്കാതെ കോളുകൾക്കും SMS-കൾക്കും മാത്രമായി റീചാർജ് പ്ലാനുകൾ നൽകണമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം എത്തിയിരിക്കുകയാണ്. നിലവിലുള്ള പ്ലാനുകൾക്കൊപ്പം വോയിസ് കോൾ, SMS എന്നിവ മാത്രമുള്ള പ്രത്യേക മൊബൈൽ റീചാർജ് പ്ലാനുകൾ കൂടി കൊണ്ടുവരണമെന്ന് കമ്പനികളോട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ട്രായ് ഉത്തരവിട്ടിരിക്കുകയാണ്. നിലവിൽ കമ്പനികൾ നൽകുന്ന റീചാർജ് പ്ലാനുകൾ മിക്കതും വോയിസ് കോൾ, SMS, ഇന്റർനെറ്റ്, OTT സബ്സ്ക്രിപ്ഷൻ എന്നിവ കൂട്ടിച്ചേർത്തതാണ്. റീചാർജ് ചെയ്യുന്ന പലർക്കും ഇതിലെല്ലാ സേവനങ്ങളും ആവശ്യമില്ല. ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർ പോലും ഇന്റർനെറ്റ് അടങ്ങിയ റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അനാവശ്യമായി ഇത്തരക്കാർക്ക് പണം ഇതിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് വേണ്ടി വോയിസ് അല്ലെങ്കിൽ SMS മാത്രം നൽകുന്ന ഒരു പ്ലാനെങ്കിലും ഉറപ്പാക്കണമെന്നതാണ് ഉത്തരവ്. 2012 ടെലികോം ഉപഭോക്തൃ സുരക്ഷാ ചട്ടം ഇതിനായി ഭേദഗതി ചെയ്തു. വൈകാതെ തന്നെ കമ്പനികൾ ഇതനുസരിച്ചുള്ള പ്ലാനുകൾ ലഭ്യമാക്കും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.